സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഞാൻ ഇന്ന് വന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഇത് തന്നെയാണ്. മമ്മൂക്കയെ പറ്റി ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. മമ്മൂട്ടി എന്നും മോഹൻലാൽ എന്നൊക്കെ വിളിക്കുന്നതിൽ ഒരുപാട് ആളുകൾ വിമുഖത അറിയിച്ചിരുന്നു. നിങ്ങൾ ബഹുമാനം കൊടുത്ത് സംസാരിക്കുകയാണെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ എന്നുള്ളൊരു പേര് മാറ്റി മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ അങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് വന്നിരുന്നു. ഞാൻ അതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ പറയട്ടെ, എനിക്ക് മമ്മൂട്ടിയോടും മോഹൻലാലിനോടും അല്ലെങ്കിൽ മമ്മൂക്കയോടും ലാലേട്ടനോടും ഒരു വിരോധമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. എനിക്ക് ഈ രണ്ടു പേരെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നുമല്ലെങ്കിലും ഏകദേശം ഒരു 6-7 വർഷമായിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ട് കലാരംഗത്ത് ഞാനും ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം ജോലിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടൊക്കെ നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ, അല്ലെ 2 മനുഷ്യന്മാരാണ് ലാലേട്ടനും മമ്മൂക്കയും. അപ്പൊ ഒരിക്കലും ഞാൻ അവരെ അവഹേളിക്കാനായിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു വില കൊടുക്കാതെ അവരെ ബഹുമാനിക്കാതെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്തതല്ല. പറഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് മമ്മൂക്ക, ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ, മമ്മൂട്ടി എന്നുള്ള പേരിലേക്ക് അങ്ങ് ആയി പോകുന്നതാണ്. അപ്പൊ ഞാനിനി അത് മാറ്റാൻ ശ്രമിച്ചോളാം. ഓക്കെ. അപ്പൊ അതിൽ എന്താണ് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെയും ലാലേട്ടന്റെയൊക്കെ സൗഹൃദത്തെ പറ്റിയും അവരുടെ രണ്ടുപേരുടെയും ജീവിതങ്ങൾക്കിടയിലുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയും അല്ലെങ്കിൽ ചില ആളുകൾ കളിക്കുന്ന കളികളെ പറ്റിയൊക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ അതിൽ പലരും വന്ന് പറയുന്നത് മമ്മൂണ്ണി അല്ലെങ്കിൽ മമ്മൂട്ടി, എന്തായാലും മമ്മൂട്ടി തീരും, അതായത് മമ്മൂട്ടി യുഗം തീരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്കാണ് നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്തത്. പല ആളുകളും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലൊരു വീഡിയോ ഞാനും ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിന് താഴെയൊക്കെ ഒരുപാട് ഏട്ടൻ ഭക്തൻസ് അല്ലെ ഏട്ടൻ ഫാൻസ് ഒക്കെ വന്ന് മെഴുകുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് മമ്മൂട്ടിക്ക് അഭിനയം വരില്ല എന്നാണ്. ഒരാളുടെ ഒരു കമന്റ് ഞാൻ കണ്ടത്. ആ കമന്റിൽ പറയുന്നത് 45 വർഷങ്ങൾ അല്ല 50 വർഷങ്ങളായിട്ട് മമ്മൂട്ടി ഈ സിനിമയിൽ പിടിച്ചു നിൽക്കുന്നത് അഭിനയം കൊണ്ടൊന്നുമല്ല. അയാൾക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല സുഹൃത്തുക്കളെ. അയാള് എന്തോ മുഖം കൊണ്ടൊക്കെ കോഷ്ടി കാണിക്കുന്നുണ്ട്. ശരീരവും അല്ലെങ്കിൽ അയാളുടെ ശബ്ദവും ഇത് രണ്ടുമാണ് അയാൾക്ക് കൂടെ പിടിച്ചാൽ കിട്ടുന്നത്. അല്ലാതെ അയാളുടെ മുഖത്ത് അഭിനയം വരില്ല, നവരസങ്ങൾ വരില്ല എന്നാണ്. അതായത് മമ്മൂട്ടി കോസ്മെറ്റിക് സർജറികൾ ചെയ്തു, ബോട്ടോക്സ് ചെയ്തു, അതുകൊണ്ട് മമ്മൂട്ടിയുടെ മുഖത്ത് അഭിനയം വരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ പറഞ്ഞൊരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നു കാണും. ഞാൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അതില് മമ്മൂട്ടിയുടെ മുഖത്ത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരില്ല, ഇനി സിനിമയിലെ കഥാപാത്രങ്ങൾ മമ്മൂട്ടിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല, അത് ബോട്ടോക്സിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം കൊണ്ട് മമ്മൂട്ടിയുടെ മുഖത്തെ ഭാവങ്ങളൊക്കെ പോയി എന്നാണ് അവർ പറഞ്ഞത്. വെറും ഊളത്തരമാണ് അവർ പറഞ്ഞതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. എന്നാലും അതിനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരിക്കണം ആ രീതിയിൽ കമന്റ് ഇട്ടത്. മമ്മൂട്ടി ഇത്രയും നാൾ അഭിനയിക്കുകയായിരുന്നില്ല, മമ്മൂട്ടിയുടെ മുഖത്തൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കുന്നില്ല. ഞാൻ അവരാ പറഞ്ഞ കാര്യത്തിനെ ഞാൻ അംഗീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. എന്താ, മമ്മൂട്ടിക്ക് അല്ലെങ്കിൽ 50 വർഷമായിട്ട് മമ്മൂക്ക അഭിനയിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജീവിക്കുകയായിരുന്നു. അഭിനയിക്കുന്നുണ്ടായിരുന്നില്ല, മറിച്ച് അദ്ദേഹം ജീവിക്കുകയായിരുന്നു. അതല്ലേ ശരി? അഭിനയിക്കുന്നേ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹം അഭിനയിച്ചിരുന്നില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുകയായിരുന്നു ഓരോ കഥാപാത്രങ്ങളിലും. തനിക്ക് കിട്ടുന്ന ഏത് കഥാപാത്രമായിക്കോട്ടെ, അത് അച്ഛനായിട്ടായിക്കോട്ടെ, ചാത്തനായിട്ടായിക്കോട്ടെ, പോറ്റിയായിട്ടായിക്കോട്ടെ, ഏത് രീതിയിൽ കിട്ടിയാലും അതിനെയെല്ലാം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ്, ആ ഒരു വൈഭവം, അത് മമ്മൂക്കയ്ക്ക് മാത്രം സ്വന്തമാണ്. അത് ഏത് രീതിയിൽ അഭിനയിച്ച് അത് കാഴ്ചക്കാർക്ക് ഒരു ഇമ്പം ഉണ്ടാക്കുന്ന രീതിയിലാക്കണം, അല്ലെങ്കിൽ കാഴ്ചക്കാരനെ അത് ഏതൊക്കെ രീതിയിലേക്ക്, ഏതൊക്കെ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമായിരിക്കണം എന്നൊക്കെ നല്ല രീതിയിൽ ബോധ്യമുള്ള, ഇന്നത്തെ ന്യൂ ജെൻ തലമുറകൾക്കിടയിൽ ഏത് രീതിയിൽ അഭിനയിച്ചാൽ, ഏത് രീതിയിൽ സിനിമകൾ ചെയ്താൽ അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാവുന്ന, ഓരോ സീസൺ അനുസരിച്ചിട്ടും ഓരോ രീതിയിൽ തൻ്റെ ഉള്ളിലുള്ള ഓരോ സിനിമയ്ക്കും ഓരോ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന, അല്ലെ മമ്മൂക്ക എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെ ഇതിഹാസം, അയാളെ പറ്റിയാണ്, അല്ലെ ആ ഒരു മനുഷ്യനെ പറ്റിയാണ് ഇവർ ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. വല്ല തേങ്ങയും അറിയാമോ? ഒന്നും അറിയാതെ അഭിനയത്തിന്റെ ABCD പോലും അറിയാത്ത, അല്ലെങ്കിൽ ഒരു കല എന്താണെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഈ രീതിയിൽ വന്ന് മെഴുകുന്നത് എന്നുള്ളത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അതുകൊണ്ടൊക്കെയാണ് മമ്മൂക്കയെ പറ്റി തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. നമുക്കൊരു വേടന്റെ വിഷയം വന്നപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ചപ്പോൾ എനിക്കറിയാവുന്ന ആളുകളും അറിയാത്ത ആളുകളും ഒക്കെ ഒരുപാട് പേര് കമന്റ് ഇട്ടു, എന്തിനാണ് ബ്രോ ഇങ്ങനെ വേടനെ പറ്റി കൂടുതൽ വീഡിയോ ചെയ്യുന്നത്? അപ്പൊ ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം, വേടനെ പറ്റിയല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്, വേടനെതിരെ നിലകൊള്ളുന്ന ഈ തോന്നിവാസങ്ങൾക്കെതിരെയാണ് ഞാൻ ശബ്ദമുയർത്തുന്നത്. ഇപ്പോൾ മമ്മൂക്കയെ പറ്റി നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മമ്മൂക്കയെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്, മമ്മൂക്കയ്ക്കെതിരെ, മമ്മൂക്കയുടെ രാഷ്ട്രീയത്തിനെതിരെ, മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മതത്തിനെതിരെ, അദ്ദേഹത്തിന്റെ ചാനലിന്റെ ഒരു അംബാസിഡറാണ് മമ്മൂക്ക എന്നുള്ളത് നമുക്കറിയാം, അല്ലെങ്കിൽ കൈരളി ചാനലിന്റെ ഒരു ഏക വ്യക്തി, അല്ലെങ്കിൽ കൈരളി ചാനലിന്റെ എല്ലാമാണ് മമ്മൂക്ക നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയും ഒരുപാട് തഴയപ്പെട്ട ഒരു വ്യക്തിയാണ് മമ്മൂക്ക. അങ്ങനെയുള്ള മമ്മൂക്കയ്ക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് എതിരെയും ഒക്കെയാണ് ഞാൻ ശബ്ദമുയർത്തുന്നത്. മമ്മൂക്കയ്ക്ക് ഇപ്പൊ 74 വയസ്സായി. ഇത്രയും നാൾ മമ്മൂക്ക കണ്ടിട്ടില്ലാത്ത ലോകങ്ങളൊന്നുമില്ല. എന്നിട്ടും ഈ ഇന്നലത്തെ മഴയിൽ മുളച്ച കുറച്ച് പാഴ് ജന്തുക്കള്, അല്ലെങ്കിൽ വെറും അഴുക്ക സസ്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ചിലക്കുകയാണ് മമ്മൂക്ക ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്.
അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ഇട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിൻ SP അങ്ങനെ എന്തോ ആണ്. ആ പേര് കറക്റ്റ് എനിക്ക് അറിയില്ല. പക്ഷേ അദ്ദേഹം ഇട്ടിരിക്കുന്ന കമൻറ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. ഇതാണ് അദ്ദേഹം ഇട്ടിരിക്കുന്ന കമൻറ്റ്. ഞാൻ വായിക്കുമ്പോൾ സൈഡിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും മമ്മൂട്ടി എന്ന നടനെ വെറുക്കുന്ന ഭൂരിഭാഗം പേരുടെയും മനസ്സിലുള്ള യഥാർത്ഥ കാരണം അയാളുടെ മതവും രാഷ്ട്രീയ നിലപാടുമാണ്. 100%. മോഹൻലാലിനെ കൂടുതൽ ഇഷ്ടമാണ് എന്ന് വെച്ചുകൊണ്ട് മമ്മൂട്ടിയെ വെറുക്കേണ്ട കാര്യമുണ്ടോ? തിരിച്ചും മമ്മൂട്ടിയെ ഇഷ്ടമാണെന്ന് വെച്ചുകൊണ്ട് മോഹൻലാലിനെ വെറുക്കേണ്ട കാര്യമില്ല. മമ്മൂക്ക ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, കൈരളി ചാനൽ ചെയർമാനാണ് എന്നറിയാമായിരുന്നിട്ടും മമ്മൂട്ടി വിരോധികൾ അയാളെ വിമർശിക്കുന്ന സമയങ്ങളിൽ ഉപയോഗിക്കുന്നത് സുഡാപ്പി, മമ്മദ്, കറാച്ചി തുടങ്ങിയ വാക്കുകളാണ്. ആ വിരോധം മൂലമാണ് ഇന്ന് മമ്മൂക്കയേക്കാൾ അഭിനയശേഷി കുറവുള്ള നടന്മാർ പോലും കേന്ദ്ര പുരസ്കാരങ്ങൾ നേടിയിട്ടും മമ്മൂട്ടി നിരന്തരം തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കമൻറ്റ് ഇനിയുമുണ്ട്, ഞാനത് വായിക്കുന്നതിന് മുൻപ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം ക്ലിയർ ആയിട്ട് എന്താണ് മമ്മൂട്ടിക്കെതിരെ അല്ലെ മമ്മൂക്കയ്ക്കെതിരെ നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം കമൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കമൻറ്റിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, മമ്മൂക്ക കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, കൈരളി ചാനലിൻ്റെ ഒരു ചെയർമാൻ കൂടിയാണ്. എന്നിട്ടും ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ഓക്കെ, സംഘികൾക്കടക്കം നമ്മുടെ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം കുഞ്ഞു മക്കളടക്കം മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനെ ആരാധിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ഒരു പ്രശ്നം വരുമ്പോൾ മമ്മൂക്കയെ മമ്മദ്, കറാച്ചി, സുഡാപ്പി, മമ്മുണ്ണി എന്നൊക്കെ വിളിച്ചുകൊണ്ട് കളിയാക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? അവിടെ മതത്തിന്റെ ഒരു അതിപ്രസരം അല്ലെ മതത്തിന്റെ പേരിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തളച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു ശ്രമം, തീവ്ര ശ്രമം അതിവിടെ നമുക്ക് നേരിളിച്ച് കാണാൻ സാധിക്കുന്നില്ലേ? അതാണ് സത്യം, അത് തന്നെയാണ്. മമ്മൂക്ക ഇപ്പൊ മമ്മൂക്കയുടെ അഭിനയമോ മമ്മൂക്കയുടെ മറ്റുള്ള മമ്മൂക്കയുടെ പേഴ്സണൽ ലൈഫോ ഒന്നും അല്ല ഇവർക്ക് പ്രശ്നം. ഇവർക്ക് മമ്മൂക്കയുടെ മതമാണ് പ്രശ്നം. മമ്മൂക്ക ഒരു മുസൽമാനാണ്. അതുകൊണ്ട് തന്നെയും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആദ്യം മമ്മൂക്കയുടെ മതത്തിനെ പിടിച്ചിട്ടുകൊണ്ട് ബാക്കിയുള്ള വൃത്തികെട്ട പരാമർശങ്ങളും ഒക്കെ ആയിട്ട് ഇവന്മാർ കളത്തിലിറങ്ങും. അതാണ് ഇവിടെ നടക്കുന്നത്. മമ്മൂക്ക എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല, പക്ഷെ മമ്മൂക്കയുടെ മതം പ്രശ്നമാണ്. ഇതാണ് സംഘിപുത്രന്മാരുടെയും അതേപോലെ തന്നെ മമ്മൂക്കയ്ക്കെതിരെ സംസാരിക്കുന്ന ആളുകളുടെയും ഒക്കെ ഉള്ളിലുള്ള ഒരു വിരോധത്തിനും മമ്മൂക്കയോടുള്ള ദേഷ്യത്തിനും ഒക്കെ കാരണം. ബാക്കി ഞാൻ എന്തായാലും വായിക്കാം. ബാക്കി പറയുന്നത് ഇങ്ങനെയാണ്: നോർത്ത് ഇന്ത്യൻ ലോബി എന്നത് പണ്ടേ ഉള്ളതാണ്. അത് കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും അങ്ങനെ തന്നെ. മമ്മൂട്ടിയും മോഹൻലാലും അതിന് ഇരകളായിട്ടുണ്ട്. എന്നാൽ 2014 തൊട്ട് മതത്തിന്റെ ഇൻഫ്ലുവൻസിങ് കൂടെ അധികമുണ്ട്. പിന്നെ ഷാരൂഖിന്റെ ഉറ്റ സുഹൃത്തായ സംവിധായകനായിരുന്നു 2023 അവാർഡ് ജൂറി ചെയർമാൻ. അതുകൊണ്ട് അയാൾക്ക് മതം ഫാക്ടർ വർക്ക് ആകാതെ അർഹതയില്ലാത്ത അവാർഡ് കിട്ടി. എന്നാൽ മമ്മൂട്ടിയുടെ മതം മാത്രമല്ല രാഷ്ട്രീയവും അവാർഡിന് തടസ്സമായി. പേരമ്പിന് അവാർഡ് നിഷേധിച്ചതിൽ മലയാളിയായ മേജർ രവി എന്ന ചങ്കി മോന്റെ ലാഗ് ന്യായീകരണം നമ്മൾ കണ്ടതാണ്. പിന്നെ നോർത്ത് ഇന്ത്യൻ ലോബിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 2024 ഇന്ത്യയിൽ നിന്നുമുള്ള ഓസ്കാർ എൻട്രിക്ക് വേണ്ടി ഭ്രമയുഗം കേന്ദ്രത്തിൽ നിന്നും സജസ്റ്റ് ചെയ്യാതിരുന്നത് മനഃപൂർവ്വമാണ്. കേരളത്തിനും ഇന്ത്യക്കും കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ഓസ്കാർ അവാർഡ് അതുമൂലം മിസ്സായി. അവസാന ശ്രമം എന്ന വണ്ണം 2024 നാഷണൽ അവാർഡ് നോമിനേഷനായി ഭ്രമയുഗം അയച്ചു കൊടുക്കുക. ഇനിയും മമ്മൂട്ടിക്ക് കേന്ദ്രം അവാർഡ് നിഷേധിച്ചാൽ ഇനി ഒരിക്കലും ആ മൈതാണ്ടികളുടെ അവാർഡ് ദാനം തേടിപ്പോകരുത്. ആ മക്കള് പുഷ്പയ്ക്കും ജവാനുമൊക്കെ അവാർഡ് കൊടുത്തിരിക്കട്ടെ. അനർഹർക്ക് കൊടുത്ത അവാർഡിന്റെ നിലവാരം പടലങ്ങ പോലെ താഴോട്ട് പോവുകയാണ്. എൻ്റെ പൊന്നു സുഹൃത്തേ, നല്ലൊരു കമൻറ്റ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുമുണ്ട്. നമ്മുടെ ഈ 2014 തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്നും അതിൽ ആരൊക്കെ ബലിയാടായിട്ടുണ്ട്. മോഹൻലാലും ബലിയാടായിട്ടുണ്ട്, മമ്മൂക്കയും ആയിട്ടുണ്ട്. എന്നിട്ടും മോഹൻലാലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മമ്മൂട്ടിയെ അല്ലെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവഗണിക്കാൻ ശ്രമിക്കുന്ന മനസ്സ് എന്തിൻ്റെ പേരിലാണ്? അത് എന്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാലും അത് ശുദ്ധമായിട്ടുള്ള പോക്രിത്തരവും ചെറ്റത്തരവുമാണ്. മമ്മൂട്ടിയുടെ ജാതിയും മതവും മമ്മൂക്കയുടെ രാഷ്ട്രീയവും എല്ലാം പ്രശ്നമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ വൃത്തികെട്ട കളികൾ അല്ലെ അവരുടെ കറുത്ത കരങ്ങൾ ഇവിടെ നമ്മൾ കാണുന്നു. മമ്മൂക്ക നീയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും 74 വയസ്സായി ഒരുപാട് ഓണം ഉണ്ട ആളാണ് മമ്മൂക്ക. അപ്പം നിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഈ പറയുന്ന പാവകളിക്കോ അല്ലെ നിൻ്റെയൊക്കെ ഈ പറയുന്ന ഊലാമ്പികളെ കാണിച്ച് പേടിപ്പിക്കാനൊക്കെ നോക്കിയാലൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കത്തില്ല. കാരണം അദ്ദേഹം കണ്ട ലോകം നീയൊക്കെ കണ്ടതിനേക്കാളൊക്കെ മുകളിലാണ്. നീയൊക്കെ സെപ്റ്റിക് ടാങ്കിലേക്ക് ഏതോ തവളയാണ്. കിണറ്റിലെന്നാണ് പറയേണ്ടത്, പക്ഷേ അത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു സാധനം ഇവന്മാരെ പറയാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സെപ്റ്റിക് ടാങ്കിലെ തവളകളാണ് ഇവന്മാർ. ആ സെപ്റ്റിക് ടാങ്കിലിന് അപ്പുറത്തേക്ക് ഇവന്മാർക്ക് ഒരു ലോകമില്ല. അതിൽ വന്ന് വീഴുന്നതും അതിലുള്ളതും ഒക്കെയാണ് ഇവന്മാരുടെ ലോകം. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇവന്മാർ കുരച്ചുകൊണ്ടേയിരിക്കും. എത്രയൊക്കെ കുരച്ചാലും എത്രയൊക്കെ വിരളി പിടിച്ചാലും
മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ അതെന്താണെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അദ്ദേഹത്തിനെ ഞാനടക്കം സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ എന്നും അദ്ദേഹത്തിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തികളും അദ്ദേഹത്തിൻ്റെ സിനിമകളും എല്ലാം എന്നും ഒരുപാട് ഉയരങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അതിന് നിൻ്റെ ഒന്നും ഒരു സർട്ടിഫിക്കറ്റിൻ്റെയോ നിൻ്റെ ഒന്നും ഒരു പ്രഹസനങ്ങളുടെയോ അല്ലെ നിൻ്റെ ഒന്നും ഒരു അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല. മമ്മൂക്ക ഇരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കുമെന്ന് പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും ഞാൻ ഊന്നി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.